ഗവൺമെൻറ് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒപ്പം ഈ ദുരിതബാധിതരെയും ഒപ്പം ചേർത്ത് നിർത്തി 451 വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വീട് ആവശ്യപ്പെട്ട എല്ലാവർക്കുമുള്ള വീട് ഇവിടെ ഒരുങ്ങും. ആശുപത്രി, പൊതു ഇടങ്ങൾ, പാർക്കിംഗ് സൗകര്യം, അതുപോലെ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള പാർക്ക്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മാതൃകാ ടൗൺഷിപ്പ് ലോകത്ത് തന്നെ അപൂർവമായ ഒന്നാണ്. അതേപോലെ ഇവർക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീട് താമസിക്കുന്നതിന് വേണ്ടി വാടക ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഉപജീവനത്തിന് പ്രത്യേക സഹായം ഇപ്പോൾ നൽകുകയാണ്. കുടുംബശ്രീ വഴി വിപുലമായ മറ്റ് പദ്ധതികളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കോടതി വരെ ശക്തിയായിട്ട് ഇടപെട്ട ഈ ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളണം എന്നുള്ള കാര്യം. കേന്ദ്ര ഗവൺമെൻറ്റിനോട് കോടതി തന്നെ പറഞ്ഞു, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എഴുതിത്തള്ളുന്ന നിലപാട് ഇതേവരെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. സംസ്ഥാന സർക്കാർ തന്നെ 555 പേരുടെ 18.75 കോടി രൂപയുടെ കടം ഇതിനകം എഴുതിത്തള്ളിയിട്ടുണ്ട്. കേന്ദ്രം അവഗണിക്കുകയും കേരളം അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വയനാടിൻ്റെ വികസനം ദീർഘകാലമായുള്ള ആവശ്യം. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപ്പാത 2134 കോടി രൂപക്ക് 8.7 കിലോമീറ്ററിൽ 4 വരി പാതയാണ് നിർമ്മിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ചുരം പാത വഴിയുള്ള 42 കിലോമീറ്റർ റോഡിന് പകരം ഇനി 20 കിലോമീറ്റർ കൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനം കാണാൻ കഴിയും. 3 മണിക്കൂറിലേറെ സമയം നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ലാഭം നേടാൻ പറ്റും. ഇത്ര വലിയൊരു പ്രൊജക്റ്റ് വയനാടിൻ്റെ വളർച്ച, അതിൻ്റെ ടൂറിസം സാധ്യത എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് കിഫ്ബിയുടെ ഭാഗമായുള്ള വലിയൊരു സഹായമാണ്. ഇങ്ങനെ ഓരോരോ പ്രൊജക്റ്റുകളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പൂർത്തീകരിച്ച് വരികയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.